ഹലോ ഫ്രണ്ട്സ്, പാലക്കാട്ടുകാരുടെ സ്വന്തം റെസിപ്പിയായ കുമ്പളങ്ങിയും ചിക്കനും അതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ആയി എടുത്ത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊട്ടറ്റോയും അതായത് ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി എങ്ങനെയാണ് വെക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം ഇപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് എടുത്തു മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്ന ശേഷം ഒരു വലിയ സവോള ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും നന്നായി ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. നമുക്കൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് പെരുംജീരക പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ കുറച്ച് നന്നായി ഒന്ന് വേകട്ടെ. ഈ ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരുന്നത് കാണാം. അതിൽ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ പുളിക്കനുസരിച്ച് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കമ്മിയാണ്. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല ഒരു 1/2 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി അതും കൂടി ഒന്ന് വേവട്ടെ. അതിന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണവും വരും. ഇങ്ങനെ നമ്മുടെ പൊട്ടറ്റോയും ചിക്കനും കൂടി വെച്ചിരിക്കുന്ന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കൂടാതെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.